വാടകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ മാറ്റം എന്ന് നമുക്ക് കാണാം. ഇനി മുതൽ വാടക കരാറുകളെല്ലാം റിട്ടൺ ഡോക്യുമെന്റുകളായിരിക്കണം. മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്ത് 60 ദിവസത്തിനകം രജിസ്റ്റർ കൂടി ചെയ്തിട്ടുണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലാണ്. അതായത് ഒരു റെസിഡൻഷ്യൽ പർപ്പസിനാണ് കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ 2 മാസത്തെ വാടക മാത്രമാണ് പരമാവധി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് താമസക്കാരിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഒരു ബിസിനസ് പർപ്പസിനാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ 6 മാസത്തെ വാടക മാത്രമാണ് വാടകക്കാരിൽ നിന്നും പരമാവധി നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. 5000 റുപ്പീസിൽ കൂടുതലാണ് വാടക വരുന്നതെങ്കിൽ അതൊരു ബാങ്കിങ് ചാനലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ബിസിനസ് പർപ്പസിനാണ് കെട്ടിടം വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെങ്കിൽ 50,000 രൂപയിൽ കൂടുതലാണ് മന്ത്ലി വാടക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലവിടെ TDS അപ്ലിക്കബിൾ ആണ്. അപ്പോൾ TDS പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ലാൻഡ് ലോഡിന് വാടക കൈമാറാനായിട്ട് പാടുകയും. ഇങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ വാടകയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത റെന്റ് എഗ്രിമെന്റ് റിന്യൂവൽ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതുപോലുള്ള ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.